ഹായ്, എന്തു പറയുന്നേ? നല്ലതല്ലേ? ഓക്കെ. അതെ, ഇന്ന് നമ്മുടെ തൃശ്ശൂരുള്ള എടത്തിരുത്തിയിലുള്ള അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ അയ്യപ്പങ്കാവ് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉത്സവമാണെന്ന്. അപ്പോഴേ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ അങ്ങനെ പൂരങ്ങൾക്കൊക്കെ തുടക്കമായി. നമ്മുടെ ശിവസ്മൻ ചാനലിൽ തൃപ്പയാറ് ഏകദേശിട്ട് ഉള്ള ഒരെണ്ണങ്ങളിൽ പൂരങ്ങൾ 1-2 പൂരങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അയ്യപ്പങ്കാവ് ഉത്സവം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂരിൽ ഇനി പൂരങ്ങളാണ്. അപ്പോൾ ആ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ പൂരപ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഇട്ടോളൂ. എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന പൂരങ്ങളോ വീഡിയോകളൊക്കെ വിശേഷങ്ങളൊക്കെ പരമാവധി തൃശ്ശൂരിലെ പൂരങ്ങളൊക്കെ നമ്മുടെ ഒഴിവ് പോലെ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അയ്യപ്പങ്കാവ് ഉത്സവത്തിൻ്റെ വിശേഷം. അയ്യപ്പങ്കാവ് ഉത്സവം എന്ന് വെച്ചാൽ ഇന്നത്തെ സാധാരണ പൂരം തന്നെ നല്ല പൂരം തന്നെയാണ്. 3 ആനയൊക്കെ ആയിട്ട് ഒരു മീഡിയം പൂരം, നല്ലൊരു പൂരം തന്നെയാണ്. പക്ഷേ വ്യത്യസ്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്യത്യസ്തത. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവരും, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു അറിവില്ല, ഞാൻ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നല്ലൊരു പ്രോഗ്രാമാണ്, വീട്ടുകാരും പറയുന്നത് നല്ലൊരു പരിപാടിയായിരുന്നു പ്രോഗ്രാംസ് നമ്മളുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം. വൈകുന്നേരത്തെ പ്രോഗ്രാമില്ലേ, നാടകമല്ല പ്രാവശ്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവാറ് സാധാരണ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇത് അയ്യപ്പങ്കാവ് ഉത്സവത്തിന് അതാണ് വ്യത്യസ്ത വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉത്സവം ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഉത്സവവും അപ്പോൾ ഈ ഒരു പരിപാടി മൊത്തത്തിൽ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ. അപ്പോൾ ദേ ഇതാണ് എൻ്റെ വീടിനടുത്തുള്ള അയ്യപ്പങ്കാവ് ക്ഷേത്രം, എൻ്റെ ഇഷ്ടദൈവം കൂടിയായ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തൃശ്ശൂരിൽ എടത്തിരുത്തിയിലാണ് ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡ് കുറച്ച് പാടൊക്കെയാണ്. അപ്പോൾ ആ പാടത്തിൻ്റെ ഒരു സൈഡിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ ദേ ഇവിടെ ആനച്ചമ്മയൊക്കെ ഒരുങ്ങിയിരിക്കണ്ട. എൻ്റെ അറിവിലേ ഈ അമ്പലം വരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോഴേ നമ്മളെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അമ്പലം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ. അപ്പോഴേ ഞാൻ കാലത്ത് പോയിട്ട് എടുത്ത ഭാഗങ്ങളാണ്. ഇപ്പോൾ പകൽ പൂരങ്ങളൊന്നുമില്ല, വൈകിട്ട് 3 മണിക്കാണ് ഇവിടെ എഴുന്നള്ളിപ്പ്. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൂമാലും കുരുത്തലൊക്കെ ഇട്ടിട്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ശരിക്കേ ഉത്സവമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അമ്പലമൊക്കെ ഒന്ന് പോയി കാണാനേ നല്ല രസമാട്ടാ. പിന്നെ നിങ്ങൾ നോക്കിയതേ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നല്ല പച്ചപ്പ് കണ്ട. അതായത് സൈഡൊക്കെ ഇങ്ങനെ പാടണം, 2 സൈഡ് ഇങ്ങനെ പാടണം. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ കുറേ നാളായി ഇടണമെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള അമ്പലവും അതിൻ്റെ പരിസരവും നല്ല രസമാട്ടാ. എന്ന് നോക്കിയേ ആന വരുന്നത്. അപ്പോൾ ആനയൊക്കെ കാലത്ത് തന്നെ എത്തി. 3 ആനകളുണ്ട്, അതിൽ 2 പൂരങ്ങൾ, വരവ് പൂരങ്ങളുണ്ട്. അപ്പോൾ അതവിടെയാണ്. അപ്പോൾ ഉത്സവമായിട്ട് ഇങ്ങനെ പൂരപ്പറമ്പൊക്കെ പോയി കാലത്ത് തന്നെ പോയി കാണാം, അങ്ങനെ ആനകളൊക്കെ കാണാം. അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ട ആന നല്ല ആന കേട്ടോ, നല്ല ചെറുപ്പാനയെന്നുണ്ട്, നല്ല ഭംഗിയിട്ട് കാണാൻ. പിന്നെ നോക്കിയേ അമ്പലത്തിൻ്റെ വടക്കേ സൈഡ് കണ്ടില്ലേ, പാടം കണ്ടില്ലേ, നല്ല പച്ചപ്പില്ലേ, വലിയൊരു പാടം. പിന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡും പാടം. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിലാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ അമ്പലം കാണാം, ഈ ആനയൊക്കെ നിൽക്കണം, ആൽമരം കാണാം, അമ്പലം കാണാം, ഒക്കെ കാണാം കേട്ടോ. ശരിക്കും ഈ അമ്പലം ഉണ്ടോ നല്ലൊരു ലൊക്കേഷൻ സീനിങ് ഉണ്ടോ, നല്ലൊരു ആൽമരം വേണ്ട പാടത്തിൻ്റെ സൈഡിൽ നോക്കി കുളം നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ഈ പടിഞ്ഞാറ് പാടത്തിനോട് കണ്ട നല്ല പച്ച നിറഞ്ഞ കുളം കണ്ട, നല്ല കുളപ്പടവും. എന്തായാലും അമ്പലത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കുറേ നാളായി ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും മഴക്കാലമായിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ നിങ്ങൾ നോക്കിയേ അമ്പലത്തിന് തൊട്ടു സൈഡിൽ പറമ്പിലൊരു അമ്പലം കേട്ടോ, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമാണത്. അപ്പോഴേ ഈ അമ്പലം ഉണ്ടല്ലോ വേറൊരു വീട്ടുകാർ അമ്പലം കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇവിടെ നമ്മുടെ ഉത്സവങ്ങളെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ.
പിന്നെ നമ്മുടെ ഈ വേട്ടയ്ക്കൊരുമ ക്ഷേത്രവും നമ്മുടെ ഈ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് 2 വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചപ്പോൾ ഓക്കെ, പക്ഷെ ഇത് രണ്ടും വേറെ വേറെ വീഡിയോ ചെയ്യുന്നത് നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ ചാനലിന് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഒരു അമ്പലം കണ്ട ഒരു സൈഡിൽ കണ്ടില്ലേ, അത് ഞങ്ങളെ തൊട്ടടുത്തുള്ളൊരു തറവാട്ട് ഒരു അമ്പലമാണ് കേട്ടോ. അത് തൊട്ടുപുള്ളി എന്ന വീട്ടുകാരുടെ അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ അയ്യപ്പൻകാവിൻ്റെയും നേരത്തെ കണ്ട വേട്ടയ്ക്കൊരുമ ക്ഷേത്രത്തിൻ്റെയും നല്ലൊരു ഭംഗിയുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എടുത്ത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന പറമ്പുണ്ടല്ലോ, അത് ഈ നന്ദഗോവിന്ദം ഭജൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അവതരിപ്പിക്കാനുള്ളൊരു വേദിക്ക് ഒരുക്കിയ പറമ്പാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാലേ ഇതാകെ കാട്ട് പിടിച്ച് കിടന്ന പറമ്പായിരുന്നത്. കുറേ കാശൊക്കെ ചിലവാക്കി തോന്നിട്ട് അതൊക്കെ വെട്ടിപ്പാക്കി, കാട്ടൊക്കെ വെട്ടിപ്പാക്കി, മണ്ണൊക്കെ നികത്തി ഈ നന്ദഗോവിന്ദൻ ഭജൻസ് അവതരിപ്പിക്കാൻ സെറ്റപ്പ് ഉണ്ടാക്കണ്ട. സാധാരണ നമ്മുടെ അയ്യപ്പൻകാവ് അമ്പലത്തിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, പക്ഷേ ഈ ഒരു പരിപാടിക്ക് ആ ഒരു സ്പേസ് പോരാ. അവിടെ നമുക്ക് വല്ല നാടക വല്ല മറ്റു പരിപാടികളൊക്കെ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി റെഡിയാക്കിയ പറമ്പുണ്ട്. എങ്ങനെയുണ്ട് നോക്കിയേ, കണ്ടോ വലിപ്പം കണ്ട, ഇത്രയും നല്ലൊരു സ്പേസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് കണ്ടമാനം ആൾ വരുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ 1-2 ആഴ്ച മുമ്പ് തന്നെ ഇതിൻ്റെ വെട്ടിപ്പാകാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പുതിയ കമ്മിറ്റിക്ക് എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ ഇരിക്കും കേട്ടോ. എന്നുവെച്ചാൽ നോക്കിയേ, പറമ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുകാർ ഉത്സവത്തിന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 4 മണിയായി കഴിഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഒരു കൊച്ചു വാർത്തകളോട് കേട്ടിട്ട് നമുക്ക് ഉത്സവത്തിന് പോകാട്ടോ. പിന്നെ ഇന്നാണ് നമ്മുടെ അയ്യപ്പൻകാവിലത്തെ പൂരം അയ്യപ്പൻകാവാണ്. അതായത് നമ്മുടെ അയ്യപ്പൻകാവ് ഈ ആന വന്നിട്ടുണ്ട്, തടയും വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ട് കേൾക്കാൻ പറ്റും. അത് നമ്മുടെ അപ്പുറത്തെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു സ്റ്റേജാണ്, അവിടെ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടി പോയാ കോശി പോയ കറി കഴിക്കും പോയാ നമ്മൾ പോണത് നടന്നിട്ടാണ്. നടന്നിട്ടുള്ള കായ് കഴിച്ചു അതില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സ്പോട്ടിൽ ഇപ്പോൾ എത്തിയപ്പോൾ പൂരൊക്കെ ഏതാണ്ട് കുറച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം നിങ്ങളൊന്ന് പൂരം കാണും.
അപ്പോൾ പൂരം കയറി. അപ്പോൾ ദേ ദീപാരാധനയായിട്ടാ. അപ്പോൾ ഈ കഴിഞ്ഞ കാഴ്ചകൾ കണ്ടതിന് ശേഷം അതായത് ഞങ്ങൾ നന്ദഗോവിന്ദം ഭജൻസ് നടക്കുന്ന ആ വേദിയുടെ ആ ഭാഗത്തൊക്കെ എത്തി. അപ്പോൾ ആ വേദിയുടെ ഭാഗത്തെ രാത്രി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതെ പ്രോഗ്രാമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. ശരിക്കും പറഞ്ഞാലേ ഈ പരിപാടിയുടെ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലൊന്നും പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. നല്ലൊരു പ്രോഗ്രാം വേണ്ടേ നമ്മളെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താൻ നല്ലപോലെ ആഗ്രഹിച്ചെന്നാണ്, പക്ഷെ നടന്നില്ല. ഞാൻ എന്താ ഇപ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്നൊരു വീഡിയോ ജസ്റ്റ് കാണിച്ചെന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആഘോഷങ്ങളാണ് തൃശ്ശൂരിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തണമെന്ന് ശിവസ്മാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോ കണ്ടതിന് താങ്ക്സ് ഉണ്ട്. അപ്പം നമുക്ക് കാണാം കേട്ടോ.